തുഷാർ വെള്ളാപ്പള്ളി. ബാക്കിയുള്ളവരുടെ പേര് പറയാൻ ഞാൻ ബാധ്യസ്ഥനാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. 10 മിനിറ്റ് അങ്ങനെ തന്നെ പോവും. അതുകൊണ്ട് വേദിയിലുള്ള എല്ലാ മഹത് വ്യക്തിത്വങ്ങളെയും, എൻ്റെ മുമ്പിലുള്ള നല്ലവരായ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, കണ്ടവരുണ്ടോ? ഇങ്ങനെ പത്രത്തിൽ പരസ്യം വരാറുണ്ട്. ഇപ്പോൾ ഒരു പരസ്യം ആവശ്യം വന്നിരിക്കുക, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിജയനെ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കേണ്ട ഗതിയിലാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഡൽഹിയിലുണ്ടായിരുന്നു, ഇരിക്കാൻ പോയതാണ്. ഇരിക്കാൻ പോയെങ്കിലും അവിടെ ഇരിപ്പത്ര സുഖകരമായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കൊരു സംശയമുണ്ട്, നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി മോദിജിയുടെ വീടിൻ്റെ അടുക്കള വശത്തെങ്ങാനും ഇദ്ദേഹം പതുക്കെ ചടഞ്ഞുകൂടി ഇരിപ്പുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇവിടെ വന്നപ്പോഴും വളരെ 2 പ്രാവശ്യം കൈകൂപ്പുന്നേ കണ്ടു. പുറത്തിറങ്ങിയിട്ട് മോദിയെ ചീത്ത വിളിക്കും. ഡൽഹി പോയാലും അത് തന്നെ, പ്രധാനമന്ത്രിയെ കാണും, സ്തുതിയില്ലും, പുറത്തിറങ്ങിയിട്ട് മോദിയെ ചീത്ത വിളിക്കും. ഇത് ഈ സഖാക്കന്മാരുടെ പാരമ്പര്യമാണെന്ന് നിങ്ങൾ അറിയുക. ഈ പാരമ്പര്യത്തിൽ ഇവന്മാർ രക്ഷപ്പെടാനും പോകുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസം എന്നൊരു ലോകം മുഴുവൻ കമ്മ്യൂണിസം അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ടും കേരളത്തിലെ കുറെ തൊപ്പിയന്മാർ ഇത് ചുമന്നുകൊണ്ട് നടക്കുക. ഇത് നിർത്തണ്ടേ? CPM-ന്റെ സഖാക്കന്മാരോട് ഞാൻ പറയുന്നു, കേരളത്തെ പറ്റി സ്നേഹമുണ്ടെങ്കിൽ, ഈ നാടിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ, നിങ്ങളുടെ അടുത്ത തലമുറയോട് നിങ്ങൾക്ക് ആത്മാർത്ഥതയോ സ്നേഹമുണ്ടെങ്കിൽ, ഈ കേരളത്തെ കട്ടുമുടിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി മുന്നണി അല്ല പിണറായിയുടെ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപേക്ഷിച്ചുകൊണ്ട് രാജ്യത്ത് ജനങ്ങൾ മുഴുവൻ ബഹുമാനിക്കുന്ന മോദിജിയോടൊപ്പം ചേരാൻ ഒരു മടിയും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഇങ്ങോട്ട് പറയുക. വേറൊരു കൂട്ടമുണ്ട് ഇവിടെ, സഖാക്കന്മാർ അവിടെ നിൽക്കുന്നത് പോലെ ഇവിടെ വേറൊരു കൂട്ടമുണ്ട്. ഒരു 60 കൊല്ലമായിട്ടൊരു പാർട്ടിയുണ്ട് ഇവിടെ. ഞാൻ അതിൻ്റെ കൂട്ടത്തിലായിരുന്നു ഒത്തിരി നാള്. ഇവന്മാര് ഇത് പറയാൻ സമയം പോകുന്നതുകൊണ്ട് കുറയ്ക്കുക. സാക്ഷാൽ PT ചാക്കോയോടുള്ള സ്നേഹം കൊണ്ടാണ് കേരള കോൺഗ്രസ് ഉണ്ടായി. തിരുവിതാംകൂറിലെ ഒരു കക്ഷിയാണ്, അതുകൊണ്ടാണ് പറയുന്നത് എന്നാണ് പറയപ്പെടുക. R ശങ്കർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ PT ചാക്കോ PTക്ക് പോയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ആ സ്ഥാനത്ത് ആര് വരണം, ആ സ്ഥാനത്ത് ആര് വരണമെന്ന ചർച്ചയിൽ ശങ്കർ കണ്ടത് നിയമസഭയിൽ ഏറ്റവും വലിയ നിയമജ്ഞനായിട്ടുള്ള തൊമ്മയ്യർ എന്ന് വിളിക്കപ്പെടുന്ന പൂഞ്ഞാറുകാരനായ TS തൊമ്മനെയാണ് സഭയിൽ എല്ലാവരും അംഗീകരിച്ച് അങ്ങേരെ പിടിച്ച് മന്ത്രിയാക്കി കേരള കോൺഗ്രസ്സായി. ഒന്ന് ആലോചിച്ച്, ശങ്കറെ വിളിച്ച് ഒരു SNDP-കാരനോ NSS-കാരനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്കാരനോ അല്ല മന്ത്രിയാക്കിയത്. ഒന്നാം തരം റോമൻ കത്തോലിക്കനായ ഏറ്റവും വലിയ നിയമജ്ഞനായ TS തൊമ്മനെ തന്നെ മന്ത്രിയാക്കിയിട്ടും KN ജോർജിന് സമ്മതിക്കാൻ പറ്റില്ല. KN ജോർജിനാണ് വഴക്കുണ്ടാക്കി 15 MLA-മാരുമായി പുറത്തു വന്നത്. ഇപ്പൊ എത്രയുണ്ട് കേരള കോൺഗ്രസ്? എൻ്റെ അറിവ്, ഞാൻ 5 കൊല്ലം പറഞ്ഞത് പിരിച്ചുവിടാൻ പറഞ്ഞു. എൻ്റെ അറിവനുസരിച്ച് ഇപ്പോൾ 9 കേരള കോൺഗ്രസ്. ദൈവം തമ്പുരാനെ ഓർത്ത് കേരളത്തിലെ കത്തോലിക്കരോടും ക്രിസ്ത്യാനിയോടും, ജാക്കോക്കാണ് മുഴുവൻ ക്രിസ്ത്യാനിയോടും കർഷകരോടും നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ കേരള കോൺഗ്രസുകാരോട് വിനയപുരസ്സരം ഞാൻ പറയുന്നു, ഇതെല്ലാം കൂടെ നിങ്ങളൊന്ന് പിരിച്ചു വിട്ടിട്ട് മുടിയാനായിട്ട് ഇങ്ങോട്ട് വാ. BJP-യിൽ ഇടയുണ്ട്. അതല്ലേ നല്ലത്. എന്തിനിങ്ങനെ നടക്കുന്നു വഴിയാതാരായിട്ട്? വല്ല കാര്യമുണ്ടോ? ഞാനിങ്ങനെ പുറകെ തന്നിട്ടല്ലേ നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് BJP-യോടൊപ്പം ചേർന്ന്. പിന്നെ നിങ്ങൾക്ക് എന്താ വരുന്ന ഇത്ര വിഷമം? ഇങ്ങോട്ട് പോരും. ഒന്ന് ആലോചിച്ച്, കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ഇവിടെ തീരണ്ടേ? 4 ലക്ഷം 5 ലക്ഷം 4 ലക്ഷം എന്നല്ല, 4,77,000 കോടി രൂപ കടത്തിലാക്കിയിരിക്കുന്ന ഈ കൊച്ചു കേരളം. ഈ കേരളത്തിലെ കടമിന് 4,27,000 കോടി രൂപയാണെങ്കിൽ പിണറായി വിജയൻ പോയി കുത്തിയിരുന്നത് എന്തിനാണ്? 50,000 കോടി 51,000 കോടി രൂപ കിട്ടണമെന്ന്. 51,000 കോടി രൂപ കിട്ടിയ ഇവിടുത്തെ പ്രശ്നം തീരുമോ? 4,27,000 കോടി രൂപ കടമുള്ളപ്പോൾ 50,000 കോടി കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? എന്ത് പറഞ്ഞാലും കേന്ദ്ര വിരുദ്ധത.
കേന്ദ്രം തരുന്നില്ലെന്ന് പറയുക. ആകെ നിർമ്മല സീതാരാമൻ വളരെ വ്യക്തമായി പാർലമെന്റിൽ പറഞ്ഞു, പ്രേമചന്ദ്രനുമായിട്ട് തർക്കം ഉണ്ടായല്ലോ. 3100 കോടി രൂപ മാത്രമാണ് ഇനി കേരളത്തിന് കിട്ടാനുള്ളത്. ആ 3100 കോടി രൂപ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് ധനകാര്യ വകുപ്പ് കൊടുത്ത പണം അതിന്റെ കണക്ക് ഇതുവരെ തിരികെ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയിലും വന്നു കേന്ദ്ര ഗവൺമെന്റ് കത്ത്. ആ ഉപയോഗിച്ച പണത്തിന്റെ കണക്കില്ലാതെ പിന്നെ കാശ് കൊടുക്കാൻ പറ്റുമോ? എങ്ങനെയാ പിണറായി വിജയൻ കണക്ക് കൊടുക്കുന്നത്? പിണറായിയും പെമ്പിളെ കൂടെ സൊള്ളാൻ പോയതിന് 5 കോടി, എന്റെ മകള് കക്കാൻ വേണ്ടി സഹായം ചെയ്തതിന് 2 കോടി, ഇങ്ങനെ കണക്ക് കൊടുക്കാൻ പറ്റുമോ? ഞാൻ ലിഫ്റ്റ് ഉണ്ടാക്കിയതിന് 25 ലക്ഷം, എൻ്റെ പശുക്കൂടിന് 40 ലക്ഷം, ഇങ്ങനെ ഓരോ കണക്ക് കൊടുക്കാൻ പറ്റുമോ? വക മാറ്റി കട്ടെടുത്തിരിക്കുകയാണ് പണം, കണക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കണം 3200 കോടി കിട്ടിയില്ല. അതിനവിടെ പോയി കുത്തിയിരിക്കുക. പിണറായി വിജയൻ ചെയ്യേണ്ടത്, നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാം, ഇവിടെ സ്റ്റേജിലിരിക്കുന്നതിൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. 1 മാസത്തിനകം പിണറായി വിജയനും മകളും ഉൾപ്പെടെ സെൻട്രൽ ജയിലിൽ കിടക്കും. ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ടെങ്കിൽ അത് കോടതിയാണ്. അയാൾക്ക് കിടക്കാനുള്ള സ്ഥലം അതാണ്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പോയി നിങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ടാവും, സംശയം വേണ്ട. പക്ഷേ ഇത് പറയുമ്പോൾ ആരും പിണങ്ങണ്ട. ഇത് കേരള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള പലരും പറയുന്നത് ഞങ്ങൾ BJPയുടെ ആളുകൾ BJPയുടെ ആളുകൾ മോട്ടിക്കുന്നവർ രക്ഷിക്കുന്നവരല്ല. നിങ്ങൾ ആദ്യം പറയുക, എന്താണ് ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം? നിഷ്പക്ഷമായ മനുഷ്യർ മുഴുവൻ തന്നെയും മോദിജിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് BJP ചേർന്ന ശേഷം വളരെ, എൻ്റെ മകൻ പറഞ്ഞത് സത്യമാണ്, ഒരു സുരക്ഷിതത്വ ബോധം ഇപ്പോൾ എനിക്കുണ്ട് കേട്ടോ. സത്യം പറയുക, ഇതിനെ ഒളിച്ചു വെക്കുന്നു, മനസ്സിലായില്ലേ? ആരോ എനിക്കുണ്ട്, എന്നെ സഹായിക്കാനുണ്ട്, എനിക്ക് തൻ്റെ ഇടമായി മുമ്പോട്ട് പോവാം, ജനങ്ങളോടൊപ്പം സംസാരിക്കാം. അതിന് തൻ്റെ ഇടമായി പോകാനുള്ള അവസരം എനിക്ക് ഉണ്ടാക്കി തന്ന BJPയുടെ നേതൃത്വത്തോട് വളരെ ആത്മാർത്ഥമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുക. യാതൊരു സംശയവും വേണ്ട. എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഴയ കേരള കോൺഗ്രസ്സുകാരോട്, നിങ്ങൾ ഇങ്ങോട്ട് വാ, പക്ഷെ മോട്ടിക്കാൻ നടക്കുകയല്ല. മോട്ടിക്കാനുള്ള ഉദ്ദേശം ഇങ്ങോട്ട് പോരണ്ട, ഇങ്ങോട്ട് പോരെ. ജോസഫ് നടക്കുന്നത് കൊണ്ട് മോൺസും ഇങ്ങ് പോരട്ടെന്ന്. ആ മോൺസ് കുഴപ്പമൊന്നും പണ്ടൊക്കെ വല്ല കുഴപ്പമില്ല, ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ഇരിക്കുക, ഇങ്ങോട്ട് പോരട്ടെ. അതിന് പകരം ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്ത് നടക്കുക. ന്യൂനപക്ഷങ്ങൾക്ക് കേരള കോൺഗ്രസിന്റെ പേര് കിട്ടി ഏതെങ്കിലും ഒരു ആനുകൂല്യം പറ. ഇവിടെ പല മാന്യന്മാരും നടക്കുന്നുണ്ടല്ലോ. കാർഷിക മേഖലയ്ക്ക് കിട്ടിയ ഗുണം എന്താണ് പറ? മാണികളെ കൊണ്ടോ ജോസഫിനെ കൊണ്ടോ ഈ മുന്നണി അല്ല കേരള കോൺഗ്രസിനെ കൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ലഭിച്ച ഏതെങ്കിലും ഒരു കാര്യം പറ, കേൾക്കട്ടെ. ഞാൻ നിങ്ങൾ പറയുന്ന ശിക്ഷ അനുഭവിക്കാം. ഇവിടുത്തെ കാർഷിക മേഖലയ്ക്ക് കിട്ടിയണം. റബ്ബർ ബോർഡിന് മുന്നേ പോയി വന്ന് കുത്തിയിരിക്കും. എന്താ പറ്റു കേട്ട് പറയാം. റബ്ബർ ബോർഡിൽ പോയിട്ട് കുത്തിയിരിക്കും. ആ കുത്തിയിരുന്നിട്ട് അന്നേരെ പോയി MRP ചെന്ന് അതിൻ്റെ പേര് ചിറ മേടിക്കും. ഈ പണി എന്തിനാണ് നടത്തുന്നത്? ഞാൻ നിയമസഭയിൽ ഒരു കടലാസ് പൊക്കി ഒരു ദിവസം. മാണി വളരെ രോഷാകുലനായി, പക്ഷേ അവസാനം ക്ഷമിച്ചിരുന്നു. എന്താ? ഇന്ത്യയിലെ റബ്ബർ കയറ്റുമതി ഇറക്കുമതി നടത്തുന്നതിന്റെ ഓൾ ഏജൻസി നടത്തുന്ന ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ ചെയർമാൻ KM മാണിയുടെ മകൻ ജോസ് K മാണി, എറണാകുളത്ത് ആഫീസ്. അതിന്റെ ഫോട്ടോ സഹിതമാണ് നിയമസഭ കൊണ്ട് കാണിച്ചത്. അപ്പൊ മാണി ആദ്യം ചൂടായി. അത് കഴിഞ്ഞ് റെക്കോർഡ് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ മാണിക്ക് അടക്കം വന്നു. മാണി കള്ളനായിരുന്നെങ്കിലും ഭേദമായിരുന്നു കേട്ടോ, മനുഷ്യനോട് സ്നേഹമുള്ളവനായിരുന്നു. സത്യം പറഞ്ഞു. ജോസഫ് അതല്ല, കള്ളനാണെന്ന് മാത്രമല്ല മനുഷ്യനെ കൊല്ലുന്നവരും കൂടെ സൂക്ഷിച്ചോ. പിന്നെന്തിന് ഈ രണ്ടുപേരുടെ അനുയായിയായിട്ട് മനുഷ്യൻ നടക്കുന്നു? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഈ കോട്ടയം പട്ടണത്തിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. മുഴുവൻ കേരള കോൺഗ്രസ് സംസ്കാരമുള്ളവർക്കും ചേരാൻ പറ്റിയത്, നീതിബോധമുള്ളവർക്ക് ചേരാൻ പറ്റിയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആ പാർട്ടിയോടൊപ്പം കടന്നു വരാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഇനി വളരെയേറെ പ്രസംഗങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിക്കുക ശരിയല്ലോ. അവിടെ ചുരുക്കുക. തീർച്ചയായും
ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ നോക്കണം, മത്സരിക്കാൻ വേണ്ടിയല്ല, ജയിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് എന്ന ബോധ്യത്തോടു കൂടി നിങ്ങൾ മത്സര രംഗത്തേക്ക് കടന്നു വരണം. ജയിച്ചേ പുറകോട്ട് പോകുമെന്ന് തീരുമാനിക്കണം. 20 നിയോജക മണ്ഡലത്തിലും അതുപോലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഉണ്ടാവണം. ഒരു കാരണവശാലും അലംഭാവം കാണിക്കാൻ പാടില്ല. ശക്തമായി മുമ്പോട്ട് വരണം. ഇളവനായ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു BJP പ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാ മേഖലയിലും എന്റെ സാന്നിധ്യം എവിടെ വേണോ അവിടെയെല്ലാം ഉണ്ടായിരിക്കും എന്നുകൂടി നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ സംഭരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ലിജില്ല, ഏറെ അഭിമാനത്തോടുകൂടി അതിലേറെ ആവേശത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ജനിച്ച അന്ന് മുതൽ കേരള കോൺഗ്രസ്സുകാരനായി ജനിച്ച ഒരാൾ ഒരുപക്ഷെ ഞാനേ കാണുള്ളൂ. എൻ്റെ പിതാവ് ശ്രീ PC ജോർജ് പോലും 10-16 വയസ്സിലാണ് കേരള കോൺഗ്രസ് ആയത്. എൻ്റെ അമ്മയുടെ കുടുംബവും എൻ്റെ അപ്പൻ്റെ കുടുംബവും കേരള കോൺഗ്രസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ്സുകാരനായി ജനിച്ച എനിക്ക് ഈ തിരുനക്കരയുടെ നടുമുറ്റത്ത് നിൽക്കുമ്പോൾ ഒത്തിരി രാഷ്ട്രീയം പറയാനുണ്ട്. ഞാൻ ആ രാഷ്ട്രീയം കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി നഡ്ഡാജിയോട് സംസാരിച്ചപ്പോഴും അതിനുശേഷം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര കൊമേഴ്സ് മന്ത്രി പീയൂഷ് ഗോയൽ സാറിനോട് സംസാരിച്ചപ്പോഴും ആ രാഷ്ട്രീയത്തെ കുറെ ഭാഗങ്ങൾ എനിക്ക് അവിടെ അവതരിപ്പിക്കാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള, ഞാൻ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും തെറ്റായിരുന്നു, അല്ലെങ്കിൽ അത് ഈ രാജ്യത്തെ പ്രത്യേകിച്ചും മധ്യ കേരളത്തിലെ കർഷക കുടുംബങ്ങളെ, റബ്ബർ കർഷക കുടുംബങ്ങളെ പറ്റിക്കുവാൻ വേണ്ടി കേരള കോൺഗ്രസ് പടച്ചുണ്ടാക്കിയ നുണകളായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഈ 10 ദിവസത്തിനുള്ളിലാണ്. സത്യസന്ധമായി പറയട്ടെ, ഞാൻ അവിടെ ചെന്ന് പീയൂഷ് ഗോയൽ സാറിനും അടുത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ പിതാവ് ശ്രീ PC ജോർജ്, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് കാക്കനാട്, ബഹുമാനപ്പെട്ട മന്ത്രിമാരായ B മുരളീധരൻ, ബഹുമാനപ്പെട്ട ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ, അതോടൊപ്പം പ്രിയങ്കനായ പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെയുള്ള ആളുകളാണ് പീയൂഷ് ഗോയൽ സാറിന്റെ അടുത്ത് റബ്ബറെ സംബന്ധിച്ച്, മധ്യ കേരളത്തിന്റെ കാർഷിക മേഖലയെ സംബന്ധിച്ച് നിങ്ങൾ പോയി ചർച്ച ചെയ്യണം, BJPക്ക് എന്തു ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യും എന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് നഡ്ഡാജി ഞങ്ങളെ അങ്ങോട്ട് അയച്ചു. അവിടെ ചെന്നപ്പോ പരമ്പരാഗതമായി ഞാൻ ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസുകാർ പരമ്പരാഗതമായി ആവശ്യപ്പെടുന്ന റബ്ബർ കർഷകരെ രക്ഷിക്കാനെന്ന് പറഞ്ഞ് പരമ്പരാഗതമായി ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു. ഞാൻ അവതരിപ്പിച്ച ഓരോ കാര്യത്തെയും ഖണ്ഡിച്ചുകൊണ്ട് അതിന് നിയമപരമായ ഇന്ന തടസ്സങ്ങളുണ്ട് എന്നുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞപ്പോ എന്നേക്കാൾ നന്നായി റബ്ബർ കർഷകരായ, റബ്ബർ മേഖലയിൽ നിന്നും കോട്ടയത്ത് നിന്ന് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറായ എന്നേക്കാൾ നന്നായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഈ നാട്ടിലെ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളെ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നിന്ന് നമിക്കേണ്ട ഗതികേടുണ്ടായി, ഭാഗ്യമുണ്ടായി. അതിനുശേഷം ഞങ്ങൾ പോയത് കൊമേഴ്സ് സെക്രട്ടറിയാണ്. അദ്ദേഹം നിർദ്ദേശിച്ചനുസരിച്ച് 6:30 മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി പീയൂഷ് ഗോയലിന്റെ ഓഫീസിൽ നിന്നും എന്നോട് കൊമേഴ്സ് സെക്രട്ടറിയെ കാണാൻ നിർദ്ദേശം നൽകി. അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഷോൺ ജോർജ് അങ്ങോട്ട് വരുന്നുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ കൊമേഴ്സ് സെക്രട്ടറിയുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ റബ്ബർ ബോർഡുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരെയും അരമണിക്കൂറിനുള്ളിൽ റബ്ബർ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നെ കാത്തുനിന്നു കൊമേഴ്സ് സെക്രട്ടറിയുടെ ഓഫീസിൽ. ഒരു സാധാരണക്കാരനായ, ഒരു പാവപ്പെട്ട PC ജോർജിന്റെ കോട്ടയംകാരനായ ഷോൺ ജോർജിനെ തപ്പി കേന്ദ്ര കൊമേഴ്സ് സെക്രട്ടറി കാത്തുനിന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനേക്കാൾ അഭിമാനിക്കാനായി ഒന്നുമില്ല എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയുകയാണ്. അരമണിക്കൂർ സംസാരിച്ചു. അരമണിക്കൂർ സംസാരിച്ചപ്പോൾ എണ്ണി എങ്ങനെ
ഇവര് പറയുന്ന പോലെ റബ്ബറിനെ കാർഷിക വിളയായി ഉൾപ്പെടുത്തുക, റബ്ബറിനെ 250 രൂപ തറവില പ്രഖ്യാപിക്കുക, റബ്ബറിന് വിലക്കൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തയക്കുക എന്ന കാര്യങ്ങളല്ല അവിടെ ചർച്ച ചെയ്തത്. എങ്ങനെ അടിസ്ഥാനപരമായി റബ്ബർ കർഷകരെ രക്ഷിക്കാമെന്ന് അവിടെ ഇരുന്ന് എഴുതി എണ്ണി ഉണ്ടാക്കി പ്രപ്പോസൽ ബഹുമാനപ്പെട്ട 2 മന്ത്രിമാർക്കും കൊമേഴ്സ് സെക്രട്ടറിക്കും സമർപ്പിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഇന്ന് അംഗത്വമെടുത്ത ഈ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെ മധ്യ കേരളത്തിലെ റബ്ബർ കർഷകനെ രക്ഷിക്കുവാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഉറപ്പ് കിട്ടിയിട്ടാണ് ഞങ്ങൾ ഈ വേദിയിൽ നിൽക്കുന്നത്. അത് ഇവിടെ പറഞ്ഞ പോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് 250 രൂപ ദാനം തന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലിറങ്ങിയ പിണറായിയെ പോലെ അല്ല. കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 10 വർഷക്കാലം പ്രകടന പത്രികയിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിൽ 100% കാര്യങ്ങളും നിറവേറ്റിക്കൊണ്ട് ഒരു പുതിയ തെരഞ്ഞെടുപ്പിൽ ഭാരതത്തിൽ 400 സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോയ നരേന്ദ്രമോദി പറഞ്ഞ വാക്ക എനിക്ക് വിശ്വാസമുണ്ട്. ഞാന് അതെ കുറയല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം പ്രഗത്ഭരായ വാഗ്മികൾ എനിക്ക് ശേഷം ഇവിടെ പ്രസംഗിക്കാനുണ്ട്. ഞാൻ ഇന്ന് ഒരു ചെറിയ ഒരു കഥ എന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ വീടുകളിലൊക്കെ ഒരിക്കലും ഇല്ലാത്തൊരു രീതിയിൽ നമ്മൾ പട്ടിക്കുഞ്ഞിനെ വാങ്ങി, പൂച്ചയെ വാങ്ങി, മീൻ വളർത്തി. ഞാൻ ഈ കഴിഞ്ഞ ഇലക്ഷന് വീട് കയറുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ട കാഴ്ച എല്ലാ വീട്ടിലും മീൻകുളം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം ഉണങ്ങി സൈഡിൽ ഇരിപ്പുണ്ട്, എങ്കിൽ പോലും എല്ലാ വീട്ടിലും മീൻകുളം ഉണ്ടായിരുന്നു അല്ലേ. പൂച്ചയെ മേടിച്ചു, പട്ടിയെ മേടിച്ചു. അങ്ങനെ എൻ്റെ പിള്ളേരുടെ നിർബന്ധപ്രകാരം, എൻ്റെ അപ്പൻ്റെ നിർബന്ധപ്രകാരം, പിള്ളേരെന്ന് പറഞ്ഞാലും അദ്ദേഹം പിന്നെ അതിനെതിരില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിർബന്ധപ്രകാരം ഞാനൊരു പട്ടിക്കുഞ്ഞിനെ മേടിച്ചു. ഒരു ലാബ്രഡോറാണ്. കൊറോണ കാലഘട്ടത്തിൽ പിള്ളേരും എൻ്റെ ഭാര്യയുമൊക്കെ കൃത്യമായി പട്ടിക്കുഞ്ഞിനെ നോക്കി. കൊറോണ കഴിഞ്ഞപ്പോൾ അവരവരുടെ വഴിക്ക് പോയി. പട്ടിയെ നോക്കേണ്ട ചുമതല എൻ്റെയായി. ഇപ്പൊ പട്ടിയെ കുളിപ്പീരും പട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പൊ ഇന്ന് രാവിലെ യാദൃശ്ചികമായി, ഇത് ഒരു കഥയൊന്നുമല്ല, യാദൃശ്ചികമായി നടന്നൊരു സംഭവം നമ്മുടെ സംസ്ഥാനവുമായി റിലേറ്റ് ചെയ്യാൻ കഴിയുമെന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഓർത്തെടുത്തതാണ്. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ ഈ പട്ടി നടക്കുന്നത് ഒരു കോമ്പൗണ്ടിൽ, അതിന് ചുറ്റും മതിലുണ്ട്. അത് യമുനെ വളർത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മതിലാണ്. അപ്പം അതുകൊണ്ട് യമു ചത്തുപോയപ്പോൾ ഈ പട്ടിക്കുട്ടി അവിടെയാണ് ജീവിച്ചത്. അപ്പം അവന് സ്വാതന്ത്ര്യമായിട്ട് നടക്കാം, അവന് കൂടുണ്ട്, കൂട്ടിക്കയറാറില്ല. അപ്പം ഇവനെ ഒന്ന് കൂട്ടിക്കയറ്റാൻ ഞാൻ രാവിലെ കൃത്യം ഈ 15 ബിസ്ക്കറ്റുമായിട്ട് ഇറങ്ങും. 15 ബിസ്ക്കറ്റുമായിട്ടാണ് ഞാൻ രാവിലെ ചെല്ലുന്നത്. അപ്പം രാവിലെ ഈ ബിസ്ക്കറ്റിൽ 13 ബിസ്ക്കറ്റ് ഞാൻ ഇവനെ പുറത്തു നിന്ന് കൊടുക്കും. എന്നിട്ട് 2 ബിസ്ക്കറ്റ് ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കും. ഈ 2 ബിസ്ക്കറ്റ് പിടിച്ചുകൊണ്ട് ഞാൻ നേരെ കൂടിനടുത്ത് എത്തും. എന്നിട്ട് ഇവനോട് കൂട്ടിക്കയറാൻ പറയും. അപ്പം അവനറിയാം കൂട്ടിക്കയറിയാലേ എൻ്റെ 2 ബിസ്ക്കറ്റ് കിട്ടൂ. അങ്ങനെ ഇവൻ കൂട്ടിക്കയറിയപ്പോൾ ഞാൻ കൂടെ അടച്ചതിന് ശേഷം ഈ 2 ബിസ്ക്കറ്റ് കൊടുക്കും. അപ്പം ഞാനിത് ഇന്ന് രാവിലെ എല്ലാ ദിവസവും പോലെ, ഞാൻ കഴിഞ്ഞ 3-4 ദിവസം ഇല്ലായിരുന്നു വീട്ടിൽ. അപ്പം ഇന്ന് എന്നെ കണ്ടപ്പോൾ ഇവന് ഈ ബിസ്ക്കറ്റിൻ്റെ സ്നേഹം എന്നോട് രാവിലെ കാണിച്ചു. ഞാൻ രാവിലെ ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് കൊടുത്തു. ഇതുപോലെ തന്നെ കൂട്ടിക്കയറ്റി 2 ബിസ്ക്കറ്റ് കൂട്ടിക്കയറിയതിന് ശേഷം കൊടുത്തു. പക്ഷെ ഇന്ന് എനിക്ക് അത് കണ്ടപ്പോൾ എന്തോ കേരള സംസ്ഥാനവുമായി വലിയ ബന്ധം ഇതിന് തോന്നി. 4 വർഷക്കാലം നമ്മൾ, അതായത് ഈ 2 ബിസ്ക്കറ്റ് അവൻ വേണ്ടെന്ന് വെച്ചാൽ കൂട്ടിക്കയറാതെ വലിയൊരു സ്വാതന്ത്ര്യം അവനെ പിറ്റേ ദിവസം വരെ അനുഭവിക്കാൻ കഴിയും. പക്ഷെ ഈ 2 ബിസ്ക്കറ്റിന് വേണ്ടി അവൻ മണ്ടനായതുകൊണ്ട് ഈ 2 ബിസ്ക്കറ്റിന് വേണ്ടി അവൻ കൂട്ടിക്കയറും. എല്ലാ ദിവസവും ഇത് പറ്റും. ഒരു പരിധിവരെ നമ്മളും അങ്ങനെയാണ്. 4 വർഷക്കാലം നമ്മൾ ഇവിടുത്തെ ഗവൺമെന്റിനെയും നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങളും ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ജനവിരുദ്ധമായ നടപടികളുമൊക്കെ വിമർശിക്കും. പക്ഷേ ഇലക്ഷൻ എടുക്കുമ്പോൾ ഈ 2 ബിസ്ക്കറ്റിന് വേണ്ടി നമ്മൾ സ്ഥിരമായി വോട്ട് ചെയ്യും അല്ലേ. ഈ ബിസ്ക്കറ്റും കഴിഞ്ഞ ഇലക്ഷൻ കാലത്തെ കിറ്റുമായി എന്തെങ്കിലും സാദൃശ്യം നിങ്ങൾക്ക് തോന്നിയാൽ അതൊരു യാദൃശ്ചികം മാത്രമാണ്.
ഞാൻ പറഞ്ഞതിന്റെ അർത്ഥവും ഈ കഥയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരു കാര്യം മാത്രം പറയാം. 2018 എൻ്റെ ഫേസ്ബുക്ക് എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. 2018 വരെ ഏറ്റവും അധികം നരേന്ദ്രമോദിയെയും BJPയെയും വിമർശിച്ചിരുന്നതിൽ ഒരാളാണ് ഞാൻ. BJPയാണ് കൂടുതൽ വിമർശിച്ചത്. പണ്ട് മുതലേ മോഡിജിയോട് എനിക്കൊരു ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, എൻ്റെ സുഹൃത്തുക്കളായ പട്ടാളക്കാർ അവര് നാട്ടിൽ വരുമ്പം പറയും, ഈ മനുഷ്യന്റെ കയ്യിൽ ഈ രാജ്യം ഭദ്രമാണ്. ഒരാളല്ല, അവധിക്ക് വരുന്ന ഓരോ സൈനികനും എന്നെ കാണുമ്പം പറയുന്ന ഒരു കാര്യമാണ്, ഈ മനുഷ്യന്റെ കയ്യിൽ ഈ രാജ്യം ഭദ്രമാണ്. നിങ്ങൾ ഇപ്പൊ 5:18, ഇപ്പൊ സമയം 5:18, നിങ്ങൾ ഇവിടെ നിന്നും കോട്ടയം ജില്ലയുടെ ഭരണശിലാ കേന്ദ്രമായ കളക്ട്രേറ്റ് വരെ ആരെങ്കിലും ഒന്ന് പോകണം. അവിടെ ചെന്നിട്ട് ആ കളക്ട്രേറ്റിൽ ഒരു ഈച്ചക്കുഞ്ഞെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഈ 5:18 അവിടെ ആരും കാണില്ല. ഞാനിത് പറഞ്ഞ മറ്റൊന്നും കൊണ്ടുമല്ല. ഞാൻ 7:30 മണിക്ക് കേന്ദ്ര കൊമേഴ്സ് മന്ത്രാലയത്തിൽ ചെന്നപ്പോ ആരാണ് നരേന്ദ്രമോദി എന്ന് മനസ്സിലാക്കാൻ പറയുന്നതാണ്. ഞാൻ 7:30 മണിക്ക് കൊമേഴ്സ് മന്ത്രാലയത്തിൽ ചെല്ലുമ്പോ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ, ഒരു മൾട്ടിനാഷണൽ IT കമ്പനിയുടെ ഓഫീസിനേക്കാൾ സജ്ജീകരിച്ചിട്ടുള്ള ഓഫീസ്. പണ്ട് ഞാൻ അവിടെ അന്വേഷിച്ച് പറഞ്ഞ്, പണ്ടത്തെ കാലത്ത് ഇതെല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു, ഒരു കൂട് പോലെയായിരുന്നു. അവിടെ പ്രത്യേകിച്ച് ഒന്നും നടന്നിരുന്നില്ല. ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഓഫീസിനേക്കാൾ സജ്ജീകരിച്ച ഓഫീസിൽ ഞാൻ 7:30 മണിക്ക് ചെല്ലുമ്പോ, ഇപ്പൊ സമയം 5:15, ഞാൻ പറഞ്ഞത് നോക്കണം. ഞാൻ 7:30 മണിക്ക് ചെല്ലുമ്പോ അവിടെ 80% ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുകയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. ഈ രാജ്യം എങ്ങനെയാണ് പുരോഗതിയിലേക്ക് നീങ്ങുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ വകുപ്പ് മന്ത്രിമാരും നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ വകുപ്പ് മന്ത്രിമാരും അവരുടെ വിഷയങ്ങളിൽ അത്രയും സമർത്ഥരായ വ്യക്തികളാണ്. ഞാൻ 8:15 അവിടെ ഇറങ്ങുമ്പോഴും അതേ ആളുകളോട് ജോലി ഇരിക്കുന്നുണ്ട്. ഞാൻ 8:15 ഇറങ്ങുമ്പോൾ അടുത്ത മീറ്റിങ്ങിന് കയറുകയാണ് കൊമേഴ്സ് സെക്രട്ടറി. ഈ രാജ്യം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? എത്ര ഗൗരവത്തോടുകൂടി രാജ്യത്തെ മുമ്പോട്ട് നയിക്കുന്നു അത് മനസ്സിലാക്കാൻ ഇനിയും ഞാൻ ഒറ്റ ഉദാഹരണം, ലോകസഭ ഇലക്ഷൻ വരികയാണ്. ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഈ രാജ്യം നടന്നു നീങ്ങുകയാണ്. കേരള സംസ്ഥാനത്ത് നിന്ന് 20 MP-മാരാണ് ഇവിടെ നിന്ന് ജയിച്ചു പോകേണ്ടത്. BJPയുടേതല്ലാത്ത, NDAയുടേതല്ലാത്ത ഏതെങ്കിലും ഒരു ജനപ്രതി ഇവിടെ നിന്നും ജയിച്ചിട്ട് പോയിട്ട് അവിടെ ചെന്ന് കരിങ്കൊട്ടി പ്രദർശനം നടത്തുക എന്നല്ലാതെ ഈ യുവന്മാരെയും കൊണ്ട് എന്തെങ്കിലും ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ? ഇത് രാഷ്ട്രീയമാണ്. ഇവിടെ നിന്ന് അവിടെ പോയി വാമൂടി കെട്ടി കരിങ്കൊടി പ്രകടനം നടത്തുക, പോക്കറ്റിൽ കരിങ്കൊടി കെട്ടി പ്രകടനം നടത്തുക, പാർലമെന്റിന് ചുറ്റും ശൈല പ്രദർശനം നടത്തുക, ജനത മന്ദിരത്തിലേക്ക് യാത്ര നടത്തുക. ഇതല്ലാതെ ഇവിടെ നിന്നും ജയിച്ചു പോകുന്ന ഒരു ജനപ്രതിനിധിക്ക് എന്ത് ചെയ്യാനാകും? നമ്മൾ ചിന്തിക്കണ്ടേ? ഒരു കാര്യം നമ്മൾ പറയുന്നു, നരേന്ദ്രമോദിയുടെ ഉറപ്പ്, മോഡിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം. പക്ഷെ അവിടെ ഒരു ചെറിയ അഡീഷണൽ, അതിൻ്റെ ഒരു ചെറിയ അഡീഷൻ ഞാൻ കൂട്ടുകയാണ്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി വീടുകളിൽ ചെന്ന് കയറുമ്പോൾ, നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി വീടുകളിൽ ചെന്ന് കയറുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നമ്മൾ ഓരോരുത്തരും നരേന്ദ്രമോദിമാരായി മാറണം. ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ച, ഈ രാജ്യത്തെ ലോകത്തെ 5ാമത്തെ സമ്പദ്ശക്തിയാക്കി മാറ്റിയ, ഈ രാജ്യത്തെ 25 കോടി പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റിയ, ഈ രാജ്യത്തെ വികസനത്തിന്റെ കൊടുമുടിയിലേക്ക് നയിക്കുന്ന നരേന്ദ്രമോദിയുടെ പിന്മുറക്കാരാണ് നമ്മളെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടിനെ മുമ്പോട്ട് നയിക്കുവാൻ വികസനത്തിന് വേണം നിങ്ങളുടെ വോട്ട്, കുത്തിത്തിരിപ്പിനല്ല. ഈ കുത്തിത്തിരിപ്പുകാര് ഡൽഹിയിൽ പോയി കിടന്ന് ഉറക്കുക. യുവന്മാർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ നാട്ടിലെ വികസനം പറഞ്ഞുകൊണ്ട്
അന്യ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വികസനം പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് വോട്ട് ചോദിക്കാൻ കഴിയണം. ഇവിടെ കോടിക്കണക്കിന് 4.5 ലക്ഷം കോടിയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ കടം. ആ 4 ലക്ഷം കോടി രൂപ കടത്തില് നല്ലൊരു ശതമാനവും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലാണ്. ഞാൻ പിണറായി വിജയനെ കുറ്റം പറയില്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നന്നാകില്ല. ബാലഗോപാലിനെ കുറ്റം പറയുന്നില്ല, തോമസ് ഐസക്കിനെ കുറ്റം പറയുന്നില്ല. കുഴപ്പം ഇവരുടെ ആരുടെയുമല്ല. ഞാൻ നിർത്തരായി പറയണേ, കുഴപ്പം ഇവരുടെ ആരുടെയും കുഴപ്പമല്ല. ലോകം മുഴുവൻ ഇല്ലാതായി പോയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ കുഴപ്പം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ സ്കൂൾ കെട്ടിടങ്ങൾ പണിതു ഇവർ അവകാശപ്പെടുന്നതാണ്. ഞാനും സമ്മതിക്കുന്നു. 52 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ 3 കോടി രൂപ കെട്ടണം. 18 അധ്യാപകർ വേണ്ടിടത്ത് 2 അധ്യാപകർ, 52 പിള്ളേരും 2 അധ്യാപകരും. 50 കോടി രൂപ മുടക്കി ജനറൽ ആശുപത്രി ടെൻഡർ ചെയ്തിട്ടുണ്ട്. 50 കോടി രൂപ. ആ ആശുപത്രിയിൽ ഇപ്പൊ ചെന്നോ നിങ്ങൾക്ക് മരുന്നില്ല. അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്താണ്? അടിസ്ഥാനപരമായി കിഫ്ബി വഴിയും ഒക്കെ കിട്ടിയിട്ടുള്ള കാശ് എങ്ങനെയെങ്കിലും ടെൻഡർ നടത്തി ഏത് വിധേനയും ആ കാശ് അടിച്ചു മാറ്റുക എന്നതിനപ്പുറത്തേക്ക് ഈ നാടിന്റെ വികസനത്തെ സംബന്ധിച്ച് ഇവരൊന്നും ചെയ്തിട്ടില്ല. ത്രിതല പഞ്ചായത്ത് സമിതി, ഞാനൊരു ജനപ്രതിനിധിയാണ്, കോട്ടയം ജില്ലയിലെ BJPയുടെ ജനപ്രതിനിധിയാണ്. ഞാൻ പറയുന്നു, ഈ വർഷം എനിക്ക് കിട്ടിയ പദ്ധതി വിഹിതം, എനിക്ക് സത്യം പറഞ്ഞാൽ നാട്ടിൽ കൂടെ നടക്കാൻ ഇപ്പം നാണോ. ജനം വന്ന് എന്നോട്, എനിക്ക് 87 വാർഡുകളാണ് ഞാൻ പ്രതികരിക്കുന്നത്, എനിക്ക് ആകെ കിട്ടിയ പൈസ 10 ലക്ഷം രൂപയാണ്. മെയിൻ്റനൻസ് ഫണ്ട്, റോഡാണല്ലോ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. എനിക്ക് ആകെ കിട്ടിയ പൈസ 10 ലക്ഷം രൂപയാണ് റോഡ് മെയിൻ്റനൻസ് ഫണ്ട്. സെൻട്രൽ ഗ്രാന്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്, അത് എത്രയുണ്ടെന്ന് നോക്കണം. ഇത്രയും ദയനീയമായ അവസ്ഥയിൽ, ഇത്രയും പരിതാപകരമായ അവസ്ഥയിൽ ഒന്നും വേണ്ട. ഇന്നലെ ഡൽഹിയിൽ ഒരു സമരം നടന്നു. ആ സമരത്തിന് ചെലവഴിച്ച കാശ് 100 MLA-മാർ, 80 MLA-മാർ, 20 മന്ത്രിമാർ, മുഖ്യമന്ത്രി, അവരുടെ അൻസാരി പട, എല്ലാത്തിനും PA, അഡീഷണൽ PA, ബാക്കിയുള്ള ഉദ്യോഗസ്ഥര്, ഗവൺമെന്റ് ഉൾപ്പെടെ ഇത്രയും ആളുകൾ ഫ്ലൈറ്റിന് അവിടം വരെ പോയിട്ട് വരുമ്പോഴുള്ള ചെലവെത്രയാണ്? അവരുടെ താമസം, അവരുടെ യാത്ര, അവരുടെ സ്റ്റേജ് പരിപാടികൾ. ഇന്നലെ ഒരു ദിവസം മാത്രം കേന്ദ്രത്തിനെതിരെ സമരം നടത്താൻ ചെലവഴിച്ച 3 കോടി രൂപ ഉണ്ടെങ്കിൽ മറിയക്കുട്ടിയെ പോലെ 1 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയുന്ന പൈസയാണ് ഇന്നലെ ഒരു ദിവസം ഡൽഹിയിൽ കൊണ്ട് തുലച്ചത്. മനസാക്ഷിയുണ്ടോ? കുളിക്കാൻ 45 ലക്ഷം രൂപ, പശുക്കൂട് പണിയാൻ 45 ലക്ഷം രൂപ, ലിഫ്റ്റ് ഉണ്ടാക്കാൻ 18 ലക്ഷം രൂപ, മെയിൻ്റെനൻസ് 75 ലക്ഷം രൂപ ഒരു വീട്ടിലുണ്ടാക്കുന്നതാണ്. നമുക്കും വീടുണ്ട്. ലിഫ്റ്റ് പണിയാനുള്ള പൈസ ഉണ്ടെങ്കിൽ, അപ്പൊ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, പാവപ്പെട്ടവന്റെ വീട് പണിയാൻ 4 ലക്ഷം ഉലുവ അല്ലേ ഇവർ വെച്ചിട്ടുള്ളത്? ഈ 4 ലക്ഷം ഉലുവ വെച്ചിട്ട് പാവപ്പെട്ടവന് 4 ലക്ഷം അല്ലേ ഉള്ളൂ. ആ 4 ലക്ഷം രൂപയേക്കാൾ കൂടുതലാണ് ക്ലിപ്പ് ഹൗസിന് കർട്ടൻ മാറ്റാൻ കൊടുത്തേക്കുന്ന കാശ്. ക്ലിപ്പ് ഹൗസിന് കർട്ടൻ മാറ്റാൻ കൊടുക്കുന്ന കാശിന്റെ വില പോലും ഇവിടുത്തെ പാവപ്പെട്ടവന്റെ ആത്മാഭിമാനത്തിന് വില വെക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണോ നമ്മൾ വോട്ട് ചെയ്യേണ്ടത്? നിങ്ങൾ വീടുകളിൽ ചെല്ലുമ്പോൾ പറഞ്ഞു കൊടുക്കണം. ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. ഈ വലിയ വേദി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പറയുന്നു, അഭിമാനമുണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി. അതിലുപരി ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും ഞാൻ പണ്ട് എങ്ങനെയായിരുന്നോ എന്തായിരുന്നോ അതിന്റെ അപ്പുറം എനിക്ക് 1000 ഇരട്ടി ചങ്കൂറ്റമുണ്ടായിരിക്കുന്നു ഏത് നിലപാടും സ്വീകരിക്കാൻ ഈ പാർട്ടി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി. ഇവിടെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ അവസരം നൽകുന്ന ജില്ലാ കമ്മിറ്റിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ആദരണീയനായ നമ്മളുടെ യാത്രയുടെ നായകൻ ശ്രീ കെ സുരേന്ദ്രനും ഈ സമ്മേളനം, ഈ പദയാത്ര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന കൺവീനറും BDJS-ന്റെ സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർകളും ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ സമ്മേളന വേദിയിലേക്ക്, ഈ അക്ഷരനഗരിയിലേക്ക്, ഈ തിരുനക്കരയുടെ തിരുമുറ്റത്തേക്ക് കടന്നു വരികയാണ്.
ഈ സമ്മേളനം ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ സമ്മേളന വേദിയിലേക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഘടകകക്ഷികളായ RSJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രതീഷ് മുട്ടപ്പള്ളി, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിന്റെ ചെയർമാൻ കുരുവിള മാത്യൂസ്, ആദിവാസി ഗോത്ര മഹാസഭ CK ജാനു വിഭാഗം ജില്ലാ പ്രസിഡന്റ് മോഹൻദാസ്, LJP ജില്ലാ പ്രസിഡന്റ് KU പ്രകാശ് മംഗലത്തിൽ, LJP സ്റ്റേറ്റ് ട്രഷറർ അഭികുമാർ, കാമരാജ് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് MA അലി, BDJSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ AG തങ്കപ്പൻ അവറുകൾ, BDJS ജില്ലാ പ്രസിഡന്റ് ശ്രീ NB സെൻ അവറുകൾ, SJP സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോണി K ജോൺ, ശിവസേനയുടെ നേതാവ് സുധീർ ഗോപി, RSJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് K കുളങ്ങര, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ ജെയിംസ് കുന്നപ്പള്ളി, സംസ്ഥാന സെക്രട്ടറി അനീഷ് ഇരട്ടയാനി, ജെയിൻ കുരീക്കൽ തുടങ്ങിയവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ള സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങൾ, ജില്ലാ ഭാരവാഹികളും എന്നിവരും ഈ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യുന്നതിനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ അവരുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. बोलो भारत माता की जय जय NDA, जय जय के सुरेंद्रन, बोलो भारत माता की. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന NDAയുടെ മുതിർന്ന നേതാക്കന്മാർ, ഇന്ന് ഈ പദയാത്രയിൽ ഇവിടെ അണിനിരക്കുവാനായി എത്തിച്ചേർന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. നാം എല്ലാം വലിയൊരു ആവേശത്തിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു പുതിയ ഭാരതം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ 2014 ഒരു പുതിയ ഭാരതം കെട്ടിപ്പടുത്തത് മുതൽ ഇങ്ങേയറ്റത്ത് കേരളത്തില് ആ ദേശീയതയുടെ ഒപ്പം സഞ്ചരിക്കുവാൻ, ആ ദേശീയതയുടെ ഗന്ധം അനുഭവിച്ചുകൊണ്ട് സഞ്ചരിക്കുവാൻ നാം എല്ലാം ആഗ്രഹിച്ച് കാത്തിരുന്ന ആ സുദിനം ഏതാണ്ട് എത്തിച്ചേരാൻ പോവുകയാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. ആ ദിവസങ്ങൾക്ക് മുന്നോടിയായി, നാം പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ദിവസങ്ങൾക്ക് മുന്നോടിയായി ഇന്ന് കേരളത്തെ ചലിപ്പിച്ചുകൊണ്ട്, കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പുതിയ പ്രതീക്ഷ